പുതിയ നൈറ്റികളെ കിടക്ക് നോക്കിയൊക്കെ സുകന്യയുടെ പുതിയ നൈറ്റി പുതിയ നൈറ്റി പുതിയ നൈറ്റിയെ കിടക്കണെന്ന് എവിടെ എവിടെയെന്നോ എന്താ രാവിലല്ലേ ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു പണിയാണ് കേട്ടോ. തുണികൾ തോരടുക എല്ലാവർക്കും അതന്നെ. പക്ഷെ മഴ വരുമ്പോൾ പിന്നെയും അങ്ങോട്ട് ഓടിക്കൊണ്ടുപോവുക. ഇന്നലെ മുതലൊക്കെ ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട്. കാറ്റ് വീശുമ്പോൾ അതിനേക്കാളും മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ. മക്കൾ രാവിലെ ഒരംഗം കഴിഞ്ഞു. ഞാൻ അടുത്ത അംഗം ഏട്ടൻ്റെ പഴയ ചെരുപ്പെടുത്തിട്ട് വരുന്ന നോക്ക് കണ്ടു. ഉത്തരവാദിത്താണ് നോക്കാതെ അച്ഛൻ കേടുവന്ന് ചെരുപ്പ് അച്ഛൻ ഇന്നറ വലിച്ചെറിഞ്ഞ് കേടാണ് പൊട്ടിയതേ. ആ പൊട്ടിട്ട് അച്ഛൻ വലിച്ചെറിഞ്ഞ പൊട്ടിച്ചത് നീയല്ല അച്ഛൻ ഇടുമ്പോ പൊട്ടിയതാ. കേട് വന്നിട്ടാണേ. അപ്പോ എവിടുന്ന് എടുത്തോന്നിരുപ്പോ പൊന്നേ ചീത്ത പറയണോക്ക് വായോ അല്ലേ ചീത്ത പറയണത്. എന്താ ഇടപാടുന്നല്ലാണ്ട് കാട് വെട്ടാനേ ഇവിടുത്തെ ഈ ഭാഗത്തേക്ക് നമുക്കിതാ കണ്ടോ ഇങ്ങനെ കാട് വെട്ടാണ്ട് കേട്ടോ. രണ്ട് സൈഡും വല്ല ജന്തുക്കളും വന്നറിയില്ല. ഒരാളെ കാട് വെട്ടാൻ കിട്ടുന്നില്ല. മിഷ്യൻ കൊണ്ടല്ലേ ഇപ്പോൾ വെട്ടുക. മറ്റേത് നമ്മൾ മടാളും കൊണ്ട് ഇങ്ങനെ വെട്ടില്ലേ. ഞാൻ മടാളും കൊണ്ട് വെട്ടിയാൽ അത്ര വേഗം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മിഷ്യനാവുമ്പോൾ എന്താണെന്നറിയില്ല ലേട്ടാ. മിഷ്യൻ കൊണ്ട് വെട്ടുന്നുണ്ട്. ഇതാണ്ടോ പന്നിമുള്ളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഈ പന്നിമുള്ളൊക്കെ ഉണ്ടായി കഴിഞ്ഞാച്ചല്ലേ പിന്നെ ഇതിനെ വരാൻ പറ്റില്ല. എൻ്റെ മുത്തേ പൂച്ചേനെ കണ്ടില്ലേ? പൂച്ച പോയിട്ടുണ്ടാവും മുത്തേ. പൂച്ചയുടെ വീട്ടിക്ക് പോയിട്ടുണ്ടാവേ. പൂച്ചേ ആരെങ്കിലും കൊണ്ടുപോയാ മതിയായിരുന്നു ഭഗവാനെ. വണ്ടി കയറരുത്, അത് മാത്രമേ ഉള്ളൂ. അവന്റെ കാലിലോട്ട് കൂടെ കളിച്ചേരണേ. വണ്ടി കയറരുതേ. നമ്മൾ എന്നിട്ട് ഇപ്പൊ എവിടെ കിടക്കണെന്നറിയാം പൂച്ചകൾ മൊത്തം? നമ്മുടെ തറവാട്ടില് അവിടെയാണല്ലേ ഒഴിവ് കിടക്കണത്. പൂച്ച വരും ഒത്തേ, പൂച്ച വരും കുട്ടിയുടെ കൂടെ കളിക്കാൻ വരും കേട്ടോ. നീ ഇപ്പൊ കുളിക്ക്. അതെന്താന്നറിയില്ല ആ പൂച്ചക്ക് ജീവനായിരുന്നു. പൊന്നൂസിനെ നല്ല ഇഷ്ടാട്ടോ. പൊന്നൂന്റെ കാലിൽ കൂടെ ഇങ്ങോട്ട് ഒരതിയിട്ട് തിന്നാൻ ഞാനാ കൊടുക്കുക. പക്ഷെ തിന്നാൻ കൊടുക്കണേ ഞാനാ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളോടെ കളി കൂടുതൽ അല്ലേ? ബാക്കി ആരോടില്ല, അവനോട് തന്നെ ഉള്ളൂ. അവൻ കുഞ്ഞനെ അതിന് ദ്രോഹിക്കും, വെറുതെ എന്തെങ്കിലും കാട്ടുള്ളൂ. കുഞ്ഞിനോടൊന്നും ഒരു മൈൻഡും ഇല്ല പൂച്ചക്ക്. കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് വീണാ തന്നെ അറിയില്ല. ഇത് അമ്മാതിരി കാട് വന്നേക്കണു കണ്ടില്ലേ? മഴക്കാലായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതന്നെ പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം വെട്ടണം. ഇതാണ്ടോ മിഥുന മാസത്തിൽ നമുക്ക് കൂട്ടാൻ വെക്കാനുള്ളൊരു സാധനം കട്ടുചേനത്തണ്ട് കിടക്കുന്നുണ്ടോ? ഇതിന്റെ ചേനയും കറി വെക്കാട്ടോ. ഇതാണ്ടോ ഇവിടെ ഒരു ചേന ആ കഴിഞ്ഞ പ്രാവശ്യമേ ആരാന്നറിയില്ല കേട്ടോ. ഞങ്ങൾ അവിടെ എല്ലാവരും പിള്ളത്തണ്ടത്ത് ഇരിക്കുകയാണ്. ഒരാൾ ജീപ്പും കൊണ്ട് വന്നിട്ട് ഫുൾ കാട്ടുചേന പിഴുതുകൊണ്ട് ഈ തണ്ടോടെ ഞങ്ങൾ ഇത് കറി വയ്ക്കാനും വയറിനൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടേ. സുകന്യേ എന്താ ചെയ്യണ്? രാവിലെ ചോറും ഉപ്പേരി ആയിട്ടോ. ഇന്നലെ വൈകുന്നേരത്ത് വെള്ളപ്പയറും മത്തനും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് എന്താ ഉറുമ്പ് പോയതാ? ചവിട്ടുണ്ടായാലും ഉറുമ്പുണ്ടാവും ചിലപ്പോ. ഇന്നലെ വൈകുന്നേരത്ത് ഇത് വെച്ചതുണ്ട് കേട്ടോ, വെള്ളപ്പയറും മത്തനും. എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും കറി വെക്കണം. ഞാനിന്നാൽ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാ. ഓർമ്മ എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് ഓർമ്മയേ ഉണ്ടാവില്ല. കണ്ടോ അത് കാട്ടുകോവ വാഴയാണ്. അതാണ് വാഴ പൊന്നൂന്റെ. അപ്പൊ ഇതെന്താ പൊന്ന പറയാ? ഇതെന്താ പറയാ? അപ്പൊ അതെന്താണ്? ശരി, ഒക്കെ വാഴയാണോ? ഇതാണപ്പൊ നീ പോയി പഠിച്ചത്? വാഴ അറിയില്ല, ഒന്നും അറിയില്ല. അറിയ അച്ഛാ പറ. ഞാൻ അച്ഛറെ സ്വത്തല്ലേ ചോദിച്ചക്കാ. പൊന്നൂനൊന്നും അറിയില്ല കേട്ടോ. പോണ്ട, 11 മണി വരെ കളി കളിക്കും. അവസാനം അംഗനവാടിക്ക് പോണ്ടെന്ന് പറയും. വലിയമ്മ എടുത്തിട്ട് കൊണ്ടുവരണ്ടെന്ന് പറയും. അത് വരുന്നുണ്ടാവും. വേഗം പുറപ്പെട്ടോ. ആച്ച കൊണ്ടാക്കി തരും.
നോക്കി നോക്ക്. ഇത് ഈ കനാലിൻ്റെ ഈ സൈഡിലായതും കൊണ്ടേ നല്ല ബുദ്ധിമുട്ട് അല്ലേ. കൂട്ടാൻ വെക്കാനാണെങ്കിലും ഒന്ന് ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ മുരിങ്ങയുടെ അങ്ങോട്ട് വെട്ടിയിട്ടേ എടുത്താൽ മതിയായിരുന്നു, മുരിങ്ങക്കൂട്ടാൻ വെക്കായിരുന്നു. പക്ഷെ പച്ചക്കറി കളയണ്ടേ. ആ എന്താണ് പച്ച ഇത് കണ്ടോ, ഇതിൽ മടാളും ഇത് വെട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ലേ. ഇത് കുഞ്ഞ മടാള്. ഇത് വെട്ടാൻ പറ്റുമോ നോക്ക്. ഇവിടെ നിന്നിട്ടേ ചെയ്യാൻ പറ്റും. എടോ ഈ പറഞ്ഞിട്ട് ഞാൻ നേരെ പൂവ് എവിടേക്കാന്നറിയോ? കനാലിൻ്റെ ഉള്ളിക്ക്. പൊക്കോന്ന്. നിനക്ക് ഇന്ന ആവശ്യമില്ലല്ലോ, എൻ്റെ കിച്ചൂട്ടന് ഇന്ന വേണേ. ആ എൻ്റെ കിച്ചൂട്ടൻ്റെ സ്വത്താണ് ഞാനേ. നീ എന്തിത്ര വേഗം 2 മാസമായോ? അല്ലാണ്ട് എന്താ കണ്ടോ, മുട്ടയും മുരിഞ്ഞും വറക്കാൻ വേണ്ടിട്ട് കുറച്ച് എടുക്കാല്ലേ. അല്ലേ അത് വെട്ടുന്നോ കേട്ടോ. അതൊക്കെ അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല കേട്ടോ. ഉള്ളത് മുരിഞ്ഞി മുട്ടയെങ്കിലും വറക്കാലോ അല്ലേ ഏട്ടാ. നല്ല പാട്ടാട്ടോ പൊന്നൊരു പാട്ട്. അതാ കണ്ടോ, കൊണ്ടുകൊടുക്ക്. വടിയോ മുരിങ്ങ കൊണ്ടുകൊടുക്ക്. അത് മൂത്തത് വേണ്ട, മൂക്കാത്തത് മതി. മൂക്കാത്ത മതി. അത് വേണ്ടാത്ര കേട്ടോ. നോക്ക് മത്തമള്ളി ഇത് കൂടെ ആവണത്. ഇനി അവിടത്തെ പോലെ കാട് പിടിച്ചിട്ട് ആവും. കണ്ടോ, ഞാനൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഓൺലൈനിലത്തെ വിത്തുകൾ നന്നാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ വിത്ത് നല്ല വിത്താട്ടോ. അതായത് മത്തൻ്റെയും കുമ്പളത്തിൻ്റെ കണ്ടില്ലേ, കുമ്പളത്തിൻ്റെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് താളിപ്പുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനത് തന്നെ ഇടയ്ക്ക് പറയേ, ഈ താളിപ്പുണ്ടാക്കുമ്പോൾ ഇല കിട്ടുമല്ലോ. അതന്നെ നമ്മളതേ വിചാരിക്കണല്ലോ. അല്ലാതെ നമുക്ക് കുമ്പളങ്ങ വേണമെന്നൊന്നും ഇല്ല കേട്ടാ. കുമ്പളങ്ങ ഈ മോരിക്കൂട്ടാനും വെള്ളപ്പയറിട്ടിട്ട് കൂർക്കത്തറികൾ കണ്ടോ. കൂർക്കടെ അതാണ്ട്. എന്താ പൊന്നാ ഇതിന്റെ പോലെ വേണമെന്നോ? ഇത് ഇനി കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ഇപ്പോഴൊന്നും പിന്നെ ആൾക്കാരില്ലേ. കാരണം ഈ പച്ചക്കറിയൊക്കെ വാങ്ങാൻ തുടങ്ങിയത് കൊണ്ട് ഈ ചേമ്പും തണ്ടും ചേനത്തണ്ടും ഒന്നും അങ്ങനെ എടുത്തിട്ട് കറി വയ്ക്കണില്ല കേട്ടോ. വെച്ചാലും കുട്ടികൾക്കാണ് പറഞ്ഞു വെച്ചാൽ വേണ്ട. നമ്മളൊക്കെ കഴിഞ്ഞ അച്ഛനൊക്കെ ഉള്ള സമയത്ത് അതാ കണ്ടോ, ആ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നിട്ട് അത് പച്ചമുളകൊക്കെ കീറിയിട്ട് ഒരു താളിപ്പുണ്ടാക്കും. അപ്പം അതൊന്നും വേണ്ട. കൂനോ എടാ, ഇപ്രാവശ്യം എവിടെയും കൂന് കിട്ടിയില്ല. എന്ത് കൂനുണ്ടോ? കുമ്മാട്ടിയൊന്നുമില്ല. ഇങ്ങോട്ട് വാ, വാങ്ങാൻ പോണോ കേട്ടോ വൈകുന്നേരം. ചവിട്ടിയേ ഷോപ്പോ സോപ്പോ എന്തില്ല കറിയിലിടാനൊന്നല്ലല്ലോ. മുറിച്ചിടാം, ഏട്ടനൊരു ഉപകാരമാവും. എന്നിട്ട് നീ കഴിച്ചളേ. ഇല്ല ഇപ്പൊ കറി വെക്കണതിന്റെ ഇടയിൽ കൂടെ അത് പറഞ്ഞു. ഞാനാണോ പറഞ്ഞത്? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ കൂട്ടാൻ വെക്കുന്നതില്ലേ വൈകുന്നേരത്താട്ടോ വെക്കുന്നത്. ആർക്കും കൂട്ടാൻ വേണ്ട. ഏട്ടനും അനിയനും മാത്രമേ കൂട്ടാൻ ഇതങ്ങോട്ട് വെക്കുവാണേ. ഏട്ടനും അനിയനും മാത്രം ഇതിൻ്റെ അടി വേണ്ടുള്ളൂ. ഞാനും സുകന്യ ഉപ്പേരി കഴിക്കും, ഏട്ടനും. പിന്നെ ഏട്ടന് കുറച്ച് കൂട്ടാനോ ഒരു തൈരോ ഉണ്ടെങ്കിൽ ഏട്ടന് അത് കൂട്ടി കഴിച്ചോളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂട്ടാൻ വയ്ക്കണ ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? സതിയേട്ടന് വേണ്ടിയിട്ട്.
ഇവർക്ക് കൂട്ടാൻ നിന്ന് സാമ്പാർ വെച്ചാൽ ചിലപ്പോൾ ചിലവാകും കേട്ടോ. സാമ്പാർ കഴിഞ്ഞ ആഴ്ച നമ്മൾ വെച്ചിട്ടില്ല, മോരുകൂട്ടാനേ വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച വെച്ചൂലേ, എല്ലാ ആഴ്ചയും സാമ്പാറുണ്ടാവും, മോരുകൂട്ടാൻ ഉണ്ടാവും. പിന്നെ അത് തികയാതെ ചെയ്യുമ്പോൾ മത്തൻ്റെ ഇല താളിപ്പ്, മുരിങ്ങയുടെ താളിപ്പ്, കുമ്പളത്തിൻ്റെ ഇല താളിപ്പ്, ഇതൊക്കെ തന്നെ ആയിരിക്കും. സുകന്യേ ചക്ക ചതിക്കില്ല. 2 ചക്ക ഉണ്ട് കേട്ടോ, വലുത് റോട്ടിക്കുള്ള. പെണ്ണും മണ്ണും ചതിക്കില്ല, പെണ്ണുങ്ങളെ ചതിക്കില്ല. തലക്ക് വീണ് ചതയ്ക്കും തല. പക്ഷല്ലേ ശരിക്കും പറഞ്ഞാൽ ചക്കക്കാലം മാങ്ങക്കാലം ആകുമ്പോഴാണ് കിളികൾക്ക് വയറ് നിറച്ച് തിന്നാൻ കിട്ടുന്ന ഒരു സമയം. അല്ലാത്തപ്പോൾ എന്താ ഉള്ളത്, നമ്മുടെ ഇവിടെ തിന്നാനും കൊടുക്കാനും ഒന്നും ഉണ്ടാവില്ല. ചക്കയും മാങ്ങയുള്ള സമയത്ത് എന്താണെന്നറിയോ, അവരുടെ ഇഷ്ടത്തിന് ഉറുമ്പുകൾക്കും ഒക്കെ കഴിക്കാം അല്ലേ. നാളെ കണ്ടുപിടുത്തോ അല്ല, നാളെ ഇവര് പറയുന്ന കേട്ടില്ലേ, ഇങ്ങനെ ചക്ക പോകുമ്പോൾ പണ്ട് ഒരു ചക്ക കളയില്ലാത്രേ, കൂട്ടാൻ വെച്ചിട്ടും വരട്ടി വെക്കും ഒക്കെ ചെയ്യുന്നു. ഇപ്പോ എന്താ ഒരു ചക്ക ഉണ്ട് എന്ന് വെച്ചാ മൂക്കോ മട്നിയോ എന്താ കടുവലോ എന്തോ പറയല്ലോ, കടുവത്തോല് ചക്കയുടെ ചക്കക്കുരു, ചക്കച്ചൊള, പിന്നെന്താ പറയാ മടല്, പിന്നെന്താ പറയാ കുരു ഞാൻ പറഞ്ഞല്ലോ അല്ലേ, നീളത്തിലുള്ളത് സാധനം മനസ്സിലായി. എനിക്ക് മനസ്സിലായി, പക്ഷെ പേര് കിട്ടുന്നില്ല കേട്ടോ. പേര് വേണ്ട, ഈ പറഞ്ഞ വാക്കില്ല. അതിന് എന്താ എൻ്റെ അച്ഛൻ കാഞ്ഞിരത്തൊക്കെ കിട്ടണം. അല്ല ഇവിടെ ഇങ്ങനെ പറയില്ലേ, കാഞ്ഞിരത്തൊക്കെ ഒരു ചക്ക കിട്ടണം കേട്ടോ. കാരണം എൻ്റെ വീട്ടിലൊന്നും പ്ലാവില്ലാത്തതാണ്. ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ അവരൊന്നും കളയില്ല. അതിൻ്റെ ആ മുള്ളില്ലേ, ആ മുള്ള് മാത്രമേ ഇട്ടാൽ ചെത്തുള്ളൂ. ബാക്കി ചോറ് വേണം. കുട്ടികൾക്കേ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതലില്ലേ നമ്മുടെ ഇവിടെ കറി വെക്കണത് കമ്മിയാണ് കേട്ടോ. കമ്മി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അളവിൽ കറി വെച്ച് കഴിഞ്ഞു വെച്ചാൽ കുട്ടികൾ ഉച്ചയ്ക്കില്ലല്ലോ, മറ്റേത് കുട്ടികൾ ഉച്ചയ്ക്ക് കഴിക്കുമല്ലോ, കഴിക്കില്ല. വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞു വെച്ചല്ലേ ഈ സോയാബീനോ ഇതെന്താ സ്കൂൾ ബസ്, മുട്ട ഉണ്ടെങ്കിൽ കോഴിമുട്ട പൊരിച്ചത്, എന്താണെന്നറിയില്ല ഈ മക്കളല്ലേ എല്ലാം നമ്മൾ കൊടുത്തിട്ട് ശീലിപ്പിച്ചാലും മക്കൾക്ക് ഓരോന്നോ ഇഷ്ടം പറഞ്ഞു വെച്ചാൽ എന്താ ചെയ്യുന്നത്. അത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്താ പറയുന്നറിയോ, എടുത്ത വായിക്ക് നീ അങ്ങനെയായിരുന്നു എന്ന്. അമ്മ അപ്പം പറയും നീ അങ്ങനെ തന്നെയായിരുന്നു, നീ എന്താ നിനക്ക് കറി വേണ്ടായിരുന്നില്ല, നിനക്ക് ഉപ്പേരി എന്തെങ്കിലും വേണ്ടിയിരുന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ എപ്പോഴല്ലേ ഈ കറി കൂട്ടാൻ തുടങ്ങി, അപ്പം അവർ കുറച്ച് കഴിഞ്ഞാൽ കൂട്ടുന്നു. ഈ പച്ചക്കറികൾ കൂട്ടണ്ടേ മക്കൾ, ആകെ കൂട്ടും. മത്തൻ്റെ താളിപ്പ്, മുരിങ്ങ താളിപ്പ്, അങ്ങനെയൊക്കെയുള്ള താളിപ്പുകളൊക്കെ അല്ലേ അത് കൂട്ടും. പിന്നെ കോവയ്ക്കയും കൊണ്ടൊക്കെ നമ്മൾ കോവയ്ക്കലയും കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വന്നിക്കുക, കോവയ്ക്ക നമ്മൾ ചിക്കൻ വറുക്കണ പോലെ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് വറുത്ത് കൊടുക്കാൻ. ഇത് ചൂടാറി എങ്ങനെ ഇത് കഴിക്കുക, അത് മതിയെന്ന്. ഇന്ന് രാവിലെ കൊത്തമരക്കപ്പേരി ഉണ്ടാക്കി കേട്ടോ. കൊത്തമരക്കപ്പേരി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു കൊത്തമരക്കപ്പേരി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊത്തമരക്കപ്പേരി എന്തേ ചോദിച്ചു. ഇത് മാത്രമേ ഉള്ളൂ ചോദിച്ചു. അപ്പം അച്ചാറുണ്ട്, കൂട്ടാനുണ്ട്, തൈരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ സോയാബീൻ വറുക്കുന്ന്, സോയാബീൻ വറുത്ത് നോക്കിയിട്ടമ്മ എന്നാൽ അതാണ് പറഞ്ഞു വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്ന്. എന്നിട്ട് ഞാൻ സോയാബീൻ വറുത്ത് ഇനി വൈകുന്നേരത്തേക്കുള്ളതിൽ മസാല ഇത് കുറച്ച് കൂടുതലായതാണ് കേട്ടോ. ഇനി അടച്ച് മസാല തിരുമ്പിയിട്ട് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അത് ഇതാണ്ടോ, ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് മഞ്ഞപ്പൊടിയും ഉള്ളി ഇട്ടിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത്, ചെറിയൊരുക്കുള്ളത്. അതാ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നിട്ട് നമ്മൾ മക്കളെ നമ്മളെക്കാട്ടിലും ഇത് കിട്ടാത്ത എത്ര മക്കളുണ്ട് എന്നറിയോ, നിങ്ങളെല്ലാം കഴിച്ചോളൂ. അത് ഞങ്ങൾക്ക് തോനെ വേണമെന്നല്ല പറയുന്നത്. സോയാബീൻ ഉണ്ടെങ്കിൽ അത് മാത്രം വറുത്താൽ മതി, ഉരുളക്കിഴങ്ങ് വറുത്താൽ മതി പറയും. അങ്ങനെ കേട്ടോ പറയുക. പിന്നെ അച്ചുട്ടി ചോറ് കൊണ്ടുപോകുമ്പോൾ
ഒരു ഒരു ദിവസം ചോറ് കൊടുക്കാതിരുന്നാൽ മതി, അപ്പോൾ വിശപ്പിൻ്റെ വില അറിയും. അപ്പോൾ ആ കുട്ടി കഴിക്കുന്നു. അവൾ അങ്ങനെയല്ല, കാരണം കുറച്ച് ചോറേ അവരൊക്കെ കഴിക്കുള്ളൂ, ഒരുപാട് ചോറ് കഴിക്കില്ല. ചോറ് കൊണ്ടുവന്ന് കളയണ്ടേ, അവിടെ പോയിട്ട് കളയണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ എന്താ വിശപ്പിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ വില അറിയാണ്ടൊന്നുമല്ല. അതൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ അറിയിച്ച് തന്നെയാണ് നമ്മൾ വളർത്തുന്നത്. ഇതാ മഞ്ഞപ്പൊടി, നമ്മളിവിടെ എന്ത് സാധനമാണോ വെച്ചാൽ നിങ്ങൾ ഈ മുരിങ്ങയിൽ കണ്ടോ എങ്ങനെ ആയി കഴിഞ്ഞാലും വെള്ളം പിടിക്കുകയില്ല. നമ്മളെന്തും അവരെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അറിയിച്ച് തന്നെ വളർത്തണുള്ളൂ. അല്ലാതെ നമ്മളവരെ എല്ലാതും അവർക്ക് കണ്ടമാനം വാങ്ങിക്കൊടുത്തിട്ടൊന്നല്ല നമ്മൾ വളർത്തണത്. അത് നമ്മുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാലേട്ടാ, അറിയണവർക്ക്. പിന്നെ അതേപോലെ ഇതിലും കൂടി ഒരു മറുപടി പറഞ്ഞ് മടുത്തതാണ്. എന്നാലും പറയുക, ചില കൂട്ടുകാർ പറയും സുകന്യയ്ക്കും അനിയനൊരു പ്രൈവസി കൊടുത്തൂടെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറിക്കൂടെ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൂടെ എന്നുള്ളത് പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടത് എന്തും കൊണ്ടാണ്? നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കും കൊണ്ടല്ലേ നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമായത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാവുമോ? അപ്പോൾ എല്ലാറ്റിനും അതിൻ്റേതായ, നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളോടിപ്പം പറയാൻ പറ്റുമോ? സുകന്യേ എടി, ഞാൻ നിനക്കൊരു ശല്യ, നിനക്ക് സതിയേട്ടനും ഞാൻ പ്രൈവസി തരുന്നില്ല അത്രേ. ഞാനൊക്കെ അടിച്ചമർത്തുക അത്ര നിന്നാണോടി? കമൻറ്റിൽ കൂടെ പറയണേ. അങ്ങനെയാണോ? ഞാൻ നിനക്ക് അങ്ങനെയാണോ? ഞാൻ എന്നെക്കാട്ടിലും കൂടുതൽ അവള് ഒരു കാര്യത്തിന് ഞാനില്ലേ, എൻ്റെ സ്വന്തം അമ്മ കുട്ടി എങ്ങനെയാണ് അതുപോലെ അല്ലാതെ ഞാൻ അവളെ നീ അത് ചെയ്യ് അല്ലെങ്കിൽ നീ ഇത് ചെയ്യ്, നീ എന്താണ് അങ്ങനെ ചെയ്യാത്തത് ഞാൻ പറയില്ല കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ പറയട്ടെ, അനിയനൊക്കെ നമ്മളിപ്പോൾ കുറച്ച് നേരം ഞായറാഴ്ചയാണ് ഞങ്ങൾ ഒരു അന്തം വിട്ട് ഉറക്കമാണ് ഞായറാഴ്ച. എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ വീഡിയോയുടെ കാര്യം കുറച്ചൊക്കെ ചെയ്യുമ്പോൾ രാത്രിയാകുമ്പോൾ ഉറക്കമായിട്ട് ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് നിൽക്കുക. കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ വന്നിട്ട് ടിങ് 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 എന്താ നീക്കാത്തത് എന്താണ് പറയും. അപ്പം അങ്ങനെയാണ് പറഞ്ഞു വെച്ചാലില്ലേ, നമുക്ക് അവർക്ക് അങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ അവറ്റങ്ങൾ ഇങ്ങോട്ട് വരണ്ട അങ്ങനെയല്ലേ ചിന്തിക്കുക. ഇവിടെ ഏട്ടനും ഇല്ല അനിയനും ഇല്ല, ഞങ്ങൾക്ക് 2 പെണ്ണുങ്ങൾക്കും ഇല്ല കേട്ടോ. ഇല്ലാതിരിക്കട്ടെ, ഇനിയിപ്പോൾ മറ്റേ അനിയത്തിയാണോ പറഞ്ഞു വെച്ചാലും ഇല്ല. അവർക്കിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ദൂരെ വീട് സ്ഥലം കിട്ടിയത് കുറച്ച്, അപ്പോൾ അവരവിടെ വീട് വെച്ചു താമസിക്കണമെന്നല്ലാതെ നമ്മളായിട്ട് അവർക്കിപ്പോൾ 18-ാം തീയതി കുട്ടിയുടെ ചോറൂണാണ്, ഞങ്ങളെല്ലാവരും പാടെ പോണത്. അവർ ഇപ്പോൾ അല്ലേ 18-ാം തീയതി ചോറൂണാണ്, എല്ലാവരും പാടെ പോണത്. 20 ആൾക്ക് ഞങ്ങൾ 20 ആൾക്ക് പോകാനുള്ള വണ്ടി വിളിച്ച് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അനിയൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അവരെ കാണാതെ ചെയ്യുമ്പോൾ ചോദിക്കും എന്താ നിങ്ങളുടെ കൂടെ അവരില്ലാത്തതെന്ന്. അപ്പോൾ അതൊക്കെ ഓരോ അവരുടേതായ ഓരോ കാര്യങ്ങളുണ്ട്. അതിലൊരു അലോഗ്യമായിട്ടല്ല, നമുക്ക് സ്നേഹമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മല്ല, അനിയനും ഇവരുടെ കാര്യങ്ങൾ നോക്കട്ടെ പറഞ്ഞു. നമ്മുടെ കുടുംബമല്ലേ, നമുക്കെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴല്ലേ രസം. ഇപ്പം ഞങ്ങളില്ലേ, ഇപ്പം നിങ്ങൾ ഈ പറയുന്നത് നമ്മൾ കുറേ ദൂരെയാണ് പറഞ്ഞു വെച്ചാൽ എല്ലാം ശരിയാണ് ചേട്ടാ. ഇതിപ്പോൾ ഇവിടുന്ന് ഇത്ര ദൂരമുള്ളൂ നമ്മുടെ വീട്ടിലേക്ക്, അവിടെ നിന്ന് നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ അതിങ്ങനെ പറയുമ്പോഴേ എനിക്ക് തോന്നും ഭഗവാനെ ഇനി സുകന്യക്ക് അങ്ങനെ തോന്നുന്നു, സുകന്യക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ എന്നിട്ട് പറയുമ്പോൾ സുകന്യ അറിയും ഏടത്തിയപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരുന്നാ പറയും. നോക്കടി അങ്ങനെ കമൻറ്റ് കണ്ടില്ലേ പറയും. നാള് അനിയൻ അമ്മൂട്ടിയോട് ഈ കേട്ടില്ലേ പറഞ്ഞു കൊടുക്കാതെ നിന്റെ കെട്ടിയവൻ എന്താ പറഞ്ഞതെന്ന്. നമ്മുടെ ഈ കുടുംബം പോലെ ഇപ്പോൾ ഈ ഭാഗത്ത് ഏതെങ്കിലും ഒരു വീട് കഴിയുന്നുണ്ടോ? ഇത്രയും കുട്ടികളും മക്കളുമായിട്ട് ഇപ്പം നിങ്ങൾക്ക് 2 വീടായി, നമ്മൾ ഓരോരുത്തർ ഭക്ഷണം വയ്ക്കണു, ഒരു വീട് പോലെ നമ്മൾ കഴിയണു. ഇതുപോലൊരു വീട് പറയേ നിന്റെ കെട്ടിയവരല്ലേ പറഞ്ഞു, നീ എന്താ എന്നിട്ട് ഞാനാ പറഞ്ഞുണ്ടാക്കി പറയും. അവൾ അന്നേ വിട്ടു. അത് കെട്ടിറങ്ങിയപ്പോൾ ഓർമ്മ പോയി എൻ്റെ
അമ്മു അവിടെ പെട്ടെന്ന് കരഞ്ഞു. പെട്ടെന്ന് സങ്കടം വന്നു അമ്മൂനെ. അത് പറഞ്ഞപ്പോൾ അവന് സങ്കടം വന്നു. അവൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ വീട് പോലെ എവിടെ ഉള്ളത്, ഇതുപോലെ വേണം. നിങ്ങളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ കഴിയണം. അതാണ് പഠിക്കേണ്ടത്. പൈസ ഇല്ലെങ്കിലും സ്നേഹം ഉണ്ടായാൽ കുറേ കാര്യങ്ങൾ ഇതാവും. പഠിക്കണം, ജോലി വാങ്ങണം പറഞ്ഞിട്ട് നല്ല മക്കളോട് പറഞ്ഞു കൊടുക്കലായിരുന്നു കേട്ടോ. എന്താ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ പറയുമ്പോൾ എത്ര ആളുണ്ട് വീട്ടിലെന്ന് പറയുമ്പോൾ ഞങ്ങൾ 10 പേരുണ്ട്, നമ്മളൊരു കുടുംബമാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കത്രേ ഇപ്പോഴും നിങ്ങൾ കൂട്ടുകുടുംബമാണോ, അല്ലെങ്കിൽ വീഡിയോയിലധികം വരില്ലല്ലോ. അപ്പം അങ്ങനെ പറയുമ്പോൾ അവനേ സന്തോഷമാണെന്ന്. ഇപ്പോൾ അനിയൻ വാങ്ങാച്ചാലും ഏട്ടൻ വാങ്ങാച്ചാലും ഇല്ലേ, ഞങ്ങൾക്ക് 5 എന്ന് പറഞ്ഞിട്ടല്ല ഉള്ളത്, എല്ലാവർക്കും കഴിക്കാനുള്ള 10 എണ്ണം എന്ത് സാധനം വാങ്ങാച്ചാലും 10 എണ്ണമായിട്ടേ വാങ്ങുള്ളൂ കേട്ടോ. ഇതൊക്കെ തന്നെ എനിക്ക് സത്യം പറയാ ഇങ്ങനെ ഇതാവുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നുക. അപ്പം അതാ നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി ഇതാ കണ്ടില്ലേ എങ്ങനെ ഉണ്ട് ഏട്ടാ? കുറച്ച് തേങ്ങ കൂടിപ്പോയോ എന്നൊരു സംശയം. തേങ്ങയല്ലേ? അല്ല, അത് പറയുമ്പോൾ നമ്മൾ പറയുക കേട്ടോ, നമ്മുടെ എല്ലാവർക്കും ഇത് കണ്ടിട്ടല്ലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇവരില്ലെങ്കിൽ പിന്നെ എന്ത് രസമുള്ളത്? എന്താ പറയുന്നത്? എന്താ അവിടെ പിറുപിറുക്കണ് കേട്ടു? വെറുതെ പറയുക കേട്ടോ. ഇതാ കണ്ടോ, സുകന്യ മുരിങ്ങപ്പേരി വേണ്ടാന്നാ പറഞ്ഞത്. തേങ്ങ മുട്ട ഇട്ടില്ല കേട്ടോ. ഒട്ടകത്തിന്റെ മുട്ടയാണ് വലുതാ, അതാ കാണാത്ത. പിന്നെ ഏട്ടൻ നല്ലയും കൂടി നിന്നേളൂ ഒട്ടകത്തിന് മുട്ട അല്ലേട്ടാ. ആയി. പിന്നെ ഇതാ കണ്ടോ, മത്തനും വെള്ളപ്പയറും കൊത്തമരക്കുപ്പേരിയുണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്, നാരങ്ങച്ചാറുണ്ട്, നെല്ലിക്കച്ചാറുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ പണികളൊന്നും നോക്കിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്താണെന്നറിയാം, മുട്ട പൊട്ടിച്ച് ഒഴിക്കണില്ല. സുകന്യക്ക് വേണ്ടാത്ര ഉപ്പേരി, ഏട്ടനിക്ക് മാത്രമേ വേണ്ടുള്ളൂ ഉപ്പേരി. സുകന്യക്ക് വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ മുട്ട പൊരിക്കുള്ളൂ. മുട്ട പൊട്ടിക്കും. ആൾക്ക് ഇഷ്ടമല്ല അത്രേ. അവ ഇഷ്ടമല്ല പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി വല്ലാണ്ട് മത്തന്റെ ഇലയും കൂടെ നാള് ഉപ്പേരി വെച്ചപ്പോ പിള്ളുണ്ടായിരുന്നില്ലേ? മത്തന്റെ ഇലയും ഉപ്പേരി വെച്ചില്ലേ? ഞാൻ ഈ വീട്ടിൽ പോയപ്പോ വെച്ചേനെ. പിറ്റേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്നല്ലേ ചിക്കൻ വാങ്ങിക്കൊണ്ട് തന്നിട്ട് ഉപ്പേരി ഇതെന്താ വെച്ചപ്പോ മത്തന്റെ ഇല ഉപ്പേരി എന്തല്ലോ ചോദിച്ചിട്ട് ഇറച്ചി പോയിട്ട് വന്നില്ല. ഇത് പറയുമ്പോഴേ എനിക്ക് തന്നെ ഇടങ്ങാറ് തോന്നുകയാണ്. ട്രോള് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മുടെ തുടക്കം വീഡിയോ കാണുന്ന കൂട്ടുകാരോടൊക്കെ അറിയാം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ മാറിക്കഴിഞ്ഞാലും നമ്മളൊപ്പം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. തമ്മിത്തല്ലുകളില്ലാതെ സന്തോഷത്തോടെ കഴിയട്ടെ. നമ്മുടെ കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ പഠിക്കാൻ, അല്ലേ? അപ്പോൾ അനിയനൊക്കെ അമ്മൂനോടൊക്കെ ഉപദേശിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. അവരും കരഞ്ഞു, നമ്മളും കരഞ്ഞു. കുട്ടികളോട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇളയച്ചന്മാർക്ക് തന്നെ നമ്മളെ പറ്റിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പോവുക പറയുമ്പോൾ അവർക്കൊരു അഭിമാനം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എന്താ വേണ്ടത്, അല്ലേ? അല്ലാതെ വന്നു കഴിഞ്ഞ് നമ്മുടെ പോലെയല്ല, നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ഓരോ ഭാഗത്ത് കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇടുന്ന പോലെയുള്ള കമൻറ്റുകളാണ് കാണുക. അപ്പോൾ അത് നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഇതിലൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ 2 കൂട്ടുകാരി അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാരുണ്ടാവും, അവർക്കത് വേറൊരു രീതിയിൽ എടുക്കും. അവരുടെ മകൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു രീതി വരില്ല. അപ്പം അതിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ പറഞ്ഞോട്ടോ, എനിക്ക് യാതൊരു വിധ പ്രശ്നമില്ല, അല്ലേ? നമ്മളെന്തായാലും ഇതിലേക്ക് മുന്നോട്ടിറങ്ങിയല്ലോ. അപ്പോഴേ നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചിലവർ പറയും മുരിങ്ങപ്പേരി ഉണ്ടാക്കാറില്ല എന്ന്. ഇതിൻ്റെ കൂടെ മുതിര വേവിച്ചിട്ട് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നല്ലതാട്ടോ. മുരിങ്ങി മുതിര ഉപ്പേരി അടിപൊളിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതും കൂടെ ഞാൻ
വെക്കാത്തതാണ് കേട്ടോ. അപ്പം നാളെ കാണാം.